ഇന്നത്തെ കളി തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പെയിൻ ജയിക്കുമോ അർജൻറ്റീന ജയിക്കുമോ? എനിക്ക് തോന്നുന്നത് ആദ്യമേ തന്നെ സ്പെയിൻ ഒരു 3 ഗോൾ അടിക്കുകയാണെങ്കിൽ ഡിഫൻസിൽ അവർ നല്ല പ്രതിരോധമാണ്, ഡിഫൻസ് നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ വിജയം സ്പെയിനാണ്. പക്ഷേ തിരിച്ചാണെങ്കിൽ 3-ൽ താഴെ ഗോളാണ് സ്പെയിൻ അടിക്കുന്നതെങ്കിൽ 2 ഗോളൊക്കെ ആണെങ്കിൽ അർജൻറ്റീന തിരിച്ചടിക്കും. ഉറപ്പായിട്ടും അർജൻറ്റീന 1-2 ഗോളിന് ജയിച്ചെന്ന് വരാം. അപ്പോൾ സ്പെയിനിൻ്റെ ഡിഫൻസും നല്ലതാണെങ്കിലും ഗോളടിക്കാനുള്ള കഴിവ് സ്പെയിനിന് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അർജൻറ്റീനയ്ക്കാണ് സാധ്യത കൂടുതൽ. പിന്നെ അട്ടിമറികൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. സ്പെയിനിൻ്റെ ഡിഫൻസ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഡിഫൻസ് സ്ട്രോങ് ആണെങ്കിൽ സ്പെയിനൊരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിലും സ്പെയിനിനെ അങ്ങ് എഴുതി തള്ളാൻ പറ്റിയ ഒരു ടീമല്ല, നല്ലൊരു ടീമാണ്. അർജൻറ്റീനയെ ഒന്ന് വിറപ്പിക്കാൻ പറ്റിയ ടീമാണ്. പക്ഷേ അർജൻറ്റീന ഒരു ലോകകപ്പ് നേടാനുള്ള ഒരു ആർജവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അട്ടിമറികൾ സംഭവിക്കാം. സ്പെയിനിനെ എതിരില്ലാത്ത 2 ഗോളിന് ചിലപ്പോൾ തോൽപ്പിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഇതെല്ലാം കാത്തിരുന്ന് കാണാം, അല്ലേ? ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും കാത്തിരിക്കുകയാണ്, അതുപോലെ നമ്മളും കാത്തിരിക്കാം. കാത്തിരുന്ന് എന്താ ഫലമെന്ന് കാണാം. സാധ്യത ഇപ്പോഴും ഞാൻ പറയുന്നത് അർജൻറ്റീനയ്ക്കാണ്. പക്ഷേ മത്സരമാണ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കളിയുടെ ആ ഒരു ആഘോഷത്തിലാണ്. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുക എന്ന്.